കയറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്ത് വന്നു. അമേരിക്കൻ സേനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും ഇറാനിയൻ നാവിക കമാൻഡർ മുന്നറിയിപ്പ് വന്നു. USS എബ്രഹാം ലിങ്കൺ ഇറാനിയൻ സമുദ്ര അതിർത്തിയിൽ നിന്ന് മാറാൻ നിർബന്ധിതമായെന്നും ഇറാന്റെ അവകാശവാദം. ഇന്നത്തെ പശ്ചിമേഷ്യയിലെ ഡെവലപ്മെൻറ്റ്സും അമേരിക്കയുടെ പ്രതികരണവും ഒക്കെ ആയിട്ട് മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും ചേരുകയാണ്. ഈ ഓശാന പെരുന്നാൾ ദിനത്തിൽ മധു കൊട്ടാരക്കര ഒരു പള്ളിക്ക് മുന്നിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മധു, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് പറയും മുമ്പ് ബാക്കിൽ കാണുന്ന പള്ളിയെക്കുറിച്ച് പറയും. പള്ളിയല്ലേ ഇത്? SKN ഇത് ന്യൂജേഴ്സിയിലെ മലയാളികൾ പങ്കെടുക്കുന്ന ഒരു ഓർത്തഡോക്സ് ചർച്ചാണ്. സെന്റ് മേരീസ് ചർച്ച് ഓഫ് ഓർത്തഡോക്സ് ലിൻഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ന്യൂജേഴ്സിയിൽ ന്യൂയോർക്ക് എയർപോർട്ടിന് വളരെ അടുത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ നിരവധി ദേവാലയങ്ങൾ വിവിധ ആൾക്കാരുടേതായിട്ട് ന്യൂജേഴ്സിയിലും അതുപോലെ തന്നെ ഈ ന്യൂയോർക്ക് ഏരിയയിലൊക്കെ വളരെ കൂടുതലായിട്ടുണ്ട്. SKN ഓശാന ഞായറാഴ്ചയുടെ സർവീസാണ് ഇപ്പോൾ പള്ളിയിൽ നടന്നുകൊണ്ട്. മധു, ഇന്നത്തെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയായിരുന്നു? അമേരിക്കയിൽ നിന്നുള്ള പ്രതികരണം, അതുപോലെ തന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് ഇന്നും ഒരു ചർച്ചാ വിഷയമായല്ലോ. SKN ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട വാർത്ത തന്നെയാണ്. കൂടുതൽ സൈനികർ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയുണ്ടെന്നാണ്. SKN നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. സ്കോട്ട് ബസന്ത്, അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി, പറഞ്ഞത് യുദ്ധം അവസാനിക്കും മുമ്പ് എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ് എന്നുള്ള ഒരു വേർഡാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതേ രീതിയിലുള്ള റിപ്പോർട്ടിങ്ങുകളാണ് ഇപ്പോഴും വരുന്നത്. അതായത് യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് അത് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചോ എന്ന് അറിയുവാൻ വേണ്ടിയുള്ള അവസാനത്തെ ആഞ്ഞടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ വിലയിരുത്തുവാൻ. അതായത് 2500ഓളം നാവികസേനയുടെ രണ്ടാമത്തെ കപ്പലും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. USS ട്രിപ്പോളി 3500 സൈനികരും നാവികരുമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു. ഇത് കൂടാതെ ജോർജ് ബുഷ് ഷിപ്പ് എന്ന് പറഞ്ഞ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി പോയിട്ടുണ്ട്. 10,000ഓളം കരസേനയും അമേരിക്ക വിന്യസിക്കുന്നു എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്ക വലിയൊരു തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ഇതൊരിക്കലും ഒരു കരയുദ്ധമാകാനുള്ള സാധ്യത ഒരിക്കലുമില്ല. വേണ്ടി വന്നാൽ കരസേനയ്ക്ക് ഇറങ്ങേണ്ടി വന്നാൽ അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് അമേരിക്ക പോലൊരു രാജ്യത്തിന് ഇത്ര ദൂരം നിന്ന് ഒരു സൈനിക വിന്യാസം എളുപ്പമല്ലാത്തത് കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും. ഒരു വശത്ത് പാകിസ്ഥാനിലെ നയതന്ത്ര ഡോറിലൂടെയുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 82 എയർബോൺ വിങ്ങിനെയും അവർ വിന്യസിച്ചിരിക്കുന്നത് ഒരുപക്ഷെ എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കരയിൽ ഇറങ്ങി ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമാണോ? അതുമാത്രമല്ല, കാർഗൈലൻഡും ഹോർമൂസ് കടലെടുക്കും അമേരിക്ക ലക്ഷ്യം വെക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മാർക്കോ റൂബിയോ തന്നെ തീർത്തു പറഞ്ഞിട്ടുണ്ട്, കരയുദ്ധത്തിന് അമേരിക്ക ഒരിക്കലും മുതിരത്തില്ല. കാര്യം അവർക്ക് മുൻകാല അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു കരയുദ്ധം പാടെ തള്ളിക്കളയേണ്ടിയിരിക്കുന്നു. കരസേനയ്ക്ക് വേണ്ടി ഇറങ്ങേണ്ടി വന്ന ചില ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതായിരിക്കാം സാധ്യത. SKN അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വന്ന അസോസിയേറ്റഡ് പ്രസിന്റെ പോളിൽ 62% അമേരിക്കക്കാർ ഒരു കരയുദ്ധത്തിനെ എതിർക്കുന്നു എന്നാണ്. എന്നാൽ അമേരിക്കയിലെ ഭൂരിപക്ഷം ജനതയും ഈ പോളിൽ തന്നെ പറയുന്നുണ്ട് ഇറാന്റെ പക്കൽ ഒരു ആണവായുധം ഉള്ളത് അവർ വല്ലാതെ ഭയപ്പെടുന്നു എന്നാണ്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം ഏതെങ്കിലും ഒരു കരസേന അവരുടെ ഭൂമിയിൽ ഇറങ്ങിയാൽ ചുട്ടരിക്കുമെന്നാണ്. അമേരിക്കൻ സൈന്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണെന്നാണ് അവരുടെ ബ്രിഗേഡിയർ തന്നെ പറഞ്ഞിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാര. വല്ലാത്തൊരു ഡയലോഗ് അത്. നമ്മുടെ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലെ ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക.